ഇന്നൊരു ഗെറ്റ് അൺറെഡി വിത്ത് മീ ചെയ്യാമേ. ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം എന്നോടൊരു കൂട്ടുകാരി ചോദിച്ചു, നമ്മൾ എന്നും കുളിക്കുന്നവരല്ലേ? അല്ലെങ്കിൽ എന്നും മേല് കഴുകുന്നവരല്ലേ? അന്നേരം ഈവനിങ് സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെ നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്താം എന്ന്. ഈ സ്കിൻ കെയർ ജേർണി തുടങ്ങുന്ന സമയത്ത് എനിക്കും ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതാ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഒരു ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്ത് മുഖം നല്ലോണം മസാജ് ചെയ്യും. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്ത സൺസ്ക്രീൻ, കൺമഷി, മസ്കാര, ഐബ്രോ വാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതുവഴി ഡിസോൾവ് ആയി പോകും. കോൺഷ്യസ് കെമിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ക്ലെൻസിങ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനിസ് ഫ്രീഡതും നല്ലതാട്ടോ. ഞാനിത് രണ്ടും ക്യാപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം. അങ്ങനെ ഈ ക്ലെൻസിങ് ഓയിൽ ഇട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഐ മേക്കപ്പ്, പിന്നെ ലിപ്സ്റ്റിക്ക് അതെല്ലാം നല്ലോണം തറവായിട്ട് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നല്ലോണം വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് മുഖം കഴുകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ നല്ലോണം പ്ലെയിൻ വാട്ടറിൽ മുഖം ഒന്ന് കഴുകുക. അപ്പോൾ തന്നെ മുഖം ഒന്ന് നന്നായിട്ട് വൃത്തിയാവും കേട്ടോ. നമ്മുടെ ഐ മേക്കപ്പ് എല്ലാം വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ കുളിക്കാനാണ് കയറുക. പക്ഷേ ഫേസ് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരണം എന്നുള്ളത് കൊണ്ടാണ് ഈ സ്റ്റെപ്പ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. സോ ഫേസ് വാഷ് ശ്വേത വിജയ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി ബ്ലോഗറുടെ 1 മിനിറ്റ് ഫേസ് വാഷ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു നല്ല ഫേസ് വാഷ് എടുത്തിട്ട് ഫേസിൽ എല്ലാ സ്ഥലത്തും ധാരാളമായിട്ട് 1 മിനിറ്റോളം എടുത്ത് മസാജ് ചെയ്യണം. എസ്പെഷ്യലി പിമ്പിൾസോ ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തെല്ലാം നല്ലോണം ജെന്റ്ലി മസാജ് ചെയ്യണം. എന്നിട്ട് ഫേസ് നല്ലോണം വാഷ് ചെയ്യുക. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. ഇത് ഒരു പെർഫ്യൂം വാക്സ് ആണ്. എനിക്ക് ദുബായിൽ നിന്ന് ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല ഒരു സ്വർഗീയമായ സുഗന്ധമാണ്. കുളിയൊക്കെ കഴിഞ്ഞ് സ്കിന്ന് ഡാമ്പായിട്ടിരിക്കുമ്പോൾ തന്നെ ഈ പെർഫ്യൂം വാക്സ് പൾസ് പോയിന്റ്സിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഫ്രഷ്നെസ്സും ഫ്രേഗ്രൻസും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം ഞാൻ ഫേഷ്യൽ സ്കിൻ കെയറിലേക്കാണ് പോകുന്നത്. ഞാനൊരു ടോണറാണ് എടുത്തത് അപ്ലൈ ചെയ്യുന്നത്. ഈ ടോണർ ഹൈഫൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. അതൊരു മിൽക്കി ടോണറാണ്. സോ മുഖത്ത് നല്ലൊരു ഗ്ലോ വരാനും നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനും കുറച്ചൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഈ ടോണർ നല്ലതാണ്. ടോണർ അപ്ലൈ ചെയ്തതിനോടൊപ്പം തന്നെ ഞാനൊരു ചെറിയ ഫേഷ്യൽ മസാജ് പോലെ കൊടുക്കുന്നുണ്ട്. അതൊരു ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും മൊത്തത്തിൽ ഒന്ന് ഫേസ് റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അടുത്തത് സെൻറ്റല്ലയുടെ ഒരു എസെൻസ് ആണ് ഫേസിലിടുന്നത്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഇറിറ്റേഷനൊക്കെ കുറയ്ക്കാനും സ്കിന്നിനെ കാമാക്കാനും ഒക്കെ നല്ലതാണ്. എൻ്റെ സ്കിൻ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ്. സോ ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ബിറ്റ്വീൻ ടോണർ ആൻഡ് എസെൻസ് ഞാനൊരു 2 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് വെക്കാറുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും മുഖത്ത് സെറ്റിൽ ചെയ്യുന്ന ആ സമയം കൊണ്ട് ഞാനൊരു ലിപ് ബാം ഇടും. കുറച്ച് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഇച്ചിരി തിക്കായിട്ടുള്ള ഒരു ലിപ് ബാമാണ് രാത്രിയിൽ അപ്ലൈ ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ മുമ്പ് അപ്ലൈ ചെയ്ത പ്രോഡക്ട്സ് ഒക്കെ ഫേസിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു പീ സൈസ് എമൗണ്ട് ഓഫ് റെറ്റിനോള്. ഇത് ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ ഒരു വീക്കിൽ 3 ഡേയ്സ് ഒക്കെ ഞാൻ ഇടാറുള്ളൂ. നിങ്ങളുടെ സ്കിൻ റെറ്റിനോളുമായിട്ട് യൂസ് ടു ആയിട്ടില്ലാത്ത സ്കിൻ ആണെങ്കിൽ റെറ്റിനോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു മോയ്സ്ചറൈസർ ഇടുക. റെറ്റിനോൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ഒരു തിക്ക് മോയ്സ്ചറൈസർ ഇട്ട് സീൽ ചെയ്യുക സ്കിന്നിനെ. ഇല്ല എങ്കിൽ റെറ്റിനോൾ ഇട്ടതിന് ശേഷം മാത്രം ഒരു തിക്ക് മോയ്സ്ചറൈസർ ഇടുകയും ചെയ്യാം. എന്തായാലും മോയ്സ്ചറൈസർ ഇടണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം റെറ്റിനോൾ സ്കിന്നിനെ ഡ്രൈ ആക്കുന്ന ടെൻഡൻസി ഉള്ള ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിനുശേഷം മുടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു സിറം, ഇച്ചിരി തിക്കായിട്ടുള്ള ഒരു സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് മുടിയുടെ എൻഡ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇടാറുള്ളത്. കാരണം എൻ്റെ മുടിയുടെ എൻഡ്സ് ഭയങ്കര ഡ്രൈ ആണ്. ശരിക്കും ട്രിം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ദേഹത്ത് സ്കിന്നിൻ്റെ കാര്യം നമ്മൾ മറക്കരുത്. ശരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ തിരക്കിനിടയിൽ ഞാൻ ദേഹത്ത് മോയ്സ്ചറൈസർ ഇടാൻ മറന്നുപോയി. കുളിയൊക്കെ കഴിഞ്ഞ് അത്രയും ഡാമ്പായിട്ടിരിക്കുന്ന സ്കിന്നിൽ വേണം നമ്മൾ ദേഹത്തുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ. എങ്കിലേ അത് നല്ലോണം അബ്സോർബ് ചെയ്യുള്ളൂ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ കെയർ റൂട്ടീൻ തീർന്നു. അപ്പോൾ ടാറ്റ ബൈ.